വയനാട് മാനന്തവാടിയിൽ 252 ലിറ്റർ മാഹി മദ്യവുമായി 2 പേർ പിടിയിലായി എന്നാണ് വിവരം. അത് കോഴിക്കോട് സ്വദേശി ജ്യോതിഷ് ബാബു, പുൽപ്പള്ളി സ്വദേശി VT അജിത്ത് എന്നിവരാണ് പിടിയിലായത്. ജ്യോതിഷിന്റെ വാടക വീട്ടിലെ അടുക്കളയിൽ നിന്നാണ് ഈ മദ്യം പിടികൂടിയത്. അപ്പോൾ സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, നമ്മൾ ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായി ഇവിടെ മലപ്പുറത്തെ പര്യടനം തുടങ്ങിയപ്പോൾ രാവിലെ വരുന്നത് തന്നെ ലഹരി ബന്ധപ്പെട്ട വാർത്തകൾ തന്നെയാണ്. എന്താണ് ഈ മാഹി മദ്യവുമായി പിടിയിലായ പ്രതികളുടെ വിവരങ്ങൾ? അതിൽ കൂടുതൽ അന്വേഷണത്തിന്റെ സാഹചര്യമൊക്കെ ഉണ്ടോ സുർജിത്ത്? വിജയകുമാർ SKN ഹാഷ്മി, മലപ്പുറത്ത് നിന്ന് നേരെ നിങ്ങൾ എത്തുന്നത് വയനാട്ടിലേക്കാണ്. വയനാട്ടിൽ 13-ാം തീയതി 14-ാം തീയതി വയനാട് ജില്ലയിലാണ് പര്യടനം നടക്കുന്നത്. സ്വാഗതം ചെയ്യുന്നു. എന്തായാലും ഇതിനിടയിലാണ് ഇത്തരത്തിലൊരു വാർത്ത കൂടി, ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ നടക്കുന്നതിനിടയിലാണ് എക്സൈസിന്റെ നീക്കം കൂടി വളരെ കർശനമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു എന്നതിന് തെളിവാവുകയാണ് ഈ ഒരു സംഭവം. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സജിത് ചന്ദ്രന്റെ നേതൃത്വത്തിൽ മാനന്തവാടി ഭാഗത്താണ് പരിശോധന നടത്തിയത്. ഈ പരിശോധനയിലാണിപ്പോൾ 252 ലിറ്റർ മാഹിയിൽ നിന്നുള്ള മദ്യവുമായി 2 പേരെ അറസ്റ്റ് ചെയ്യുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. മാനന്തവാടി, കല്ലോടി, പേരിയ, അതോടൊപ്പം തന്നെ കാട്ടിക്കുളം, തിരുനെല്ലി അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ അനധികൃത മദ്യവിൽപ്പന നടത്തിയിരുന്ന 2 പേരെയാണ് പിടികൂടിയിരിക്കുന്നത്. ഈ വളരെ അതിസാഹസികമായ അറസ്റ്റാണ് എക്സൈസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഈ ആളുകൾ 2 പേരും ഏറെ നാളുകളായി ഉദ്യോഗസ്ഥരുടെ നിരീക്ഷണത്തിലായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാവുന്നത്. കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള ജ്യോതിഷ്, അതോടൊപ്പം പുൽപ്പള്ളി പാക്കം സ്വദേശി ആയിട്ടുള്ള അജിത്ത് VT എന്നിവരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ഈ ജ്യോതിഷിന്റെ വാടക വീടിലെ അടുക്കളയിൽ നിന്നാണ് ഇത്തരത്തിൽ വ്യാജമദ്യം സൂക്ഷിച്ചത് കണ്ടെത്തിയിരിക്കുന്നത്. ഈ മേഖലയിലെല്ലാം തന്നെ അനധികൃതമായി നിരവധി നാളുകളായി മദ്യം വിൽപ്പന നടത്തുന്ന ആളുകളാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. പ്രിവന്റീവ് ഓഫീസർമാരായിട്ടുള്ള അരുൺ പ്രസാദ്, അനൂപ്, അതോടൊപ്പം തന്നെ സിവിൽ എക്സൈസ് ഓഫീസറായിട്ടുള്ള സനൂപ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസറായിട്ടുള്ള അമാന ഷെറിൻ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ റെയ്ഡ് നടത്തിയത്. ആ റെയ്ഡിലാണ് 252 ലിറ്റർ വ്യാജമദ്യം പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവരെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. വിജയകുമാർ.